നമസ്തേ എൻ്റെ ഭക്തപരിവാരങ്ങളെ, ഞാൻ ഗീതാ പുതുവാൾ. എല്ലാവർക്കും എൻ്റെ കഥയിലേക്ക് സുസ്വാഗതം. എല്ലാവരും കഥ കേൾക്കുക, അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോ ഇന്ന് ഞാൻ അരയാൽ മാഹാത്മ്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അരയാൽ വൃക്ഷങ്ങളുടെ രാജാവാണ്. അശ്വത്ഥം, ബോധിധ്രുവം, പിപ്പലം തുടങ്ങിയ പേരുകളിലും അരയാൽ അറിയപ്പെടുന്നു. അരയാലിനെ ഒരു പുണ്യവൃക്ഷമായിട്ടാണ് ഹിന്ദുമത വിശ്വാസികളും ബുദ്ധമത വിശ്വാസികളും കണക്കാക്കുന്നത്. ശ്രീബുദ്ധന് ജ്ഞാനോദയമുണ്ടായത് ബോധിവൃക്ഷ ചുവട്ടിൽ വെച്ചാണെന്നതും പ്രസിദ്ധമാണല്ലോ. ശിവന്റെ ഒരു ഭാവമായ ദക്ഷിണാമൂർത്തി പേരാൽ ചുവട്ടിൽ ദക്ഷിണാഭിമുഖമായിരുന്ന് ഏവർക്കും ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഹൈന്ദവ വിശ്വാസം. ഇതൊക്കെ ആലിന്റെ ജ്ഞാനകാരത്വത്തെ സൂചിപ്പിക്കുന്നു. അരയാൽ അനശ്വര വൃക്ഷമാണെന്നാണ് വിശ്വാസം. വൃക്ഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പടർന്ന് പന്തലിക്കുന്നതും അരയാൽ തന്നെ. ഇത് പരമാത്മാവിന്റെ ധർമ്മമായ സർവവ്യാപിത്വത്തെയും അമരത്വത്തെയും സൂചിപ്പിക്കുന്നതായിട്ടാണ് സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. അശ്വസ്ത സർവവൃക്ഷാണാം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. വൃക്ഷങ്ങളിൽ അശ്വത്ഥമാണ് താൻ എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ മുകളിൽ വേരുകളോടുകൂടിയതും കീഴിൽ ശാഖകളോടുകൂടിയതുമായ അരയാലായും ഭഗവത്ഗീത ചിത്രീകരിക്കുന്നുണ്ട്. കഠോപനിഷത്തിലും സമാനമായ രൂപകൽപ്പന സ്മരണീയമാണ്. ഇതെല്ലാം അരയാലിന്റെ മഹത്വത്തെയാണ് വെളിവാക്കുന്നത്. ഇനി നമുക്ക് ശാസ്ത്രീയ വശത്തിലേക്കും കടക്കാം. ഇടിമിന്നൽ മൂലം ഭൂമിയിലേക്ക് വരുന്ന വൈദ്യുത പ്രവാഹത്തെ പിടിച്ചെടുത്ത് സ്വയം ദഹിക്കാതെ ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള കഴിവ് അരയാലിനുണ്ടെന്നാണ് ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുകൊണ്ടായിരിക്കാം ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും മറ്റു സമീപത്ത് അരയാൽ നട്ടു വളർത്തുന്നത്. അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാനുള്ള അരയാലിന്റെ കഴിവും പ്രസിദ്ധമാണ്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണെ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ എന്ന ശ്ലോകത്തിൽ അരയാലിന്റെ മൂലത്തിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും കുടികൊള്ളുന്നതായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സർവദേവതകളും അശ്വത്ഥത്തിൽ കുടികൊള്ളുന്നുവെന്നും വിശ്വാസമുണ്ട്. ഇലകളെയൊക്കെ ദേവമാരാണെന്നാണ് പറയുന്നത്. ശനിയാഴ്ചകളിൽ അരയാൽ പ്രദക്ഷിണത്തിന് ദിവ്യത്വം കൽപ്പിക്കപ്പെടുന്നതിനെ പറ്റി ഒരു കഥയുണ്ട്. പാലാഴി മഥനത്തിൽ ജ്യേഷ്ഠ ഭഗവതി അഥവാ അലക്ഷ്മി ഉയർന്നു വന്നപ്പോൾ ത്രിമൂർത്തികൾ ആ ദേവതയെ കാണുകയും അശ്വത്ഥ വൃക്ഷത്തിന്റെ മൂലത്തിൽ വസിച്ചു കൊള്ളാൻ അവർ അലക്ഷ്മിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ജ്യേഷ്ഠത്തിയെ കാണാൻ അനുജത്തിയായ മഹാലക്ഷ്മി ശനിയാഴ്ച തോറും എത്തുമെന്നും അതിനാൽ ശനിയാഴ്ച മാത്രമേ അശ്വത്ഥത്തെ സ്പർശിക്കാൻ പാടുള്ളൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അരയാൽ ചുവട്ടിൽ വെച്ച് അസത്യം പറയുകയോ അശുഭകർമ്മങ്ങൾ ചെയ്യുകയോ പാടില്ല എന്നാണ് വിശ്വാസം. അരയാൽ ഉണങ്ങിയോ വേരറ്റോ നിലം പതിച്ചാൽ അതിനെ മറ്റുപയോഗങ്ങൾക്കെടുക്കാതെ യഥാവിധി മനുഷ്യന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് പോലെ സംസ്കരിക്കുന്ന ചടങ്ങും ചിലയിടങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നു. വേപ്പ് അരയാലിന്റെ പത്നിയാണെന്നുമാണ് സങ്കല്പം. ക്ഷേത്രങ്ങളിൽ അരയാലും വേപ്പും അടുത്തടുത്ത് നട്ടുവളർത്തുന്നത് അതിവിശേഷമായി കരുതി വരുന്നു. ഏഴരശനി, കണ്ടകശനി ഉള്ളവർ ദോഷശാന്തിക്കായി അരയാലിനെ പ്രദക്ഷിണം നടത്തുന്നതും ഉത്തമമാണ്. കുറഞ്ഞത് 7 തവണയെങ്കിലും പ്രദക്ഷിണം വേണമെന്നാണ് വിധി. യം ദൃഷ്ട്വാ മുച്യതേ രോഗൈ സ്പൃഷ്ട്വാ പാപൈ പ്രമുച്യതേ യഥാശ്രയാത് ചിരഞ്ജീവി തമശ്വത്ഥം നമാമ്യ എന്ന പ്രാർത്ഥനയോടെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്. ശനിയാഴ്ച വെളുപ്പിന് നടത്തുന്ന അരയാൽ പ്രദക്ഷിണത്തിനും
മഹത്വം കൂടുതലുണ്ട്. കന്യകകളുടെ ജാതകത്തിൽ മംഗല്യദോഷമുണ്ടെങ്കിൽ അതിൻ്റെ ശാന്തിക്കായി അശ്വത്ഥ വിവാഹം നടത്തുന്നതും പതിവാണ്. അശ്വത്ഥത്തെ മഹാവിഷ്ണുവായി സങ്കൽപ്പിച്ച് മന്ത്രപൂർവം കന്യകയെ വിവാഹം കഴിച്ച് ഭാവി വരന്റെ ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അശ്വത്തെ ശ്രീനാരായണനായിട്ടാണ് സങ്കൽപ്പിച്ചത്. അശ്വത്ഥനാരായണ പൂജ ചെയ്യുന്നത് മൂലം ആരോഗ്യം, ഐശ്വര്യം, സന്താനലക്ഷ്മി എന്നിവ കൈവരുമെന്നാണ്. ശനിദോഷ ശാന്തിക്കും അശ്വത്ഥനാരായണ പൂജ നടത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനി വേറൊരു ദിവസം ഞാൻ കഥയുമായിട്ടെത്താം. എല്ലാവരും അഭിപ്രായം അറിയിക്കുക.